ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മുന്നിൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യല് ഒരു മീൻ വെച്ചുള്ള പിക്കിളാണ്. അതും ചൂരമുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും ചെയ്യാനുള്ള എളുപ്പത്തിനുള്ള പിക്കിളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വെള്ളം ഫുള്ളും പോയിട്ട് അതിലേക്ക് നമ്മൾ മസാലകൾ വറുക്കാനായിട്ടുള്ള കുറച്ച് മസാലകൾ ചേർക്കാൻ പോണേ. ആദ്യം ഇത്തിരി മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് നല്ലെണ്ണ ചൂടാക്കി അതിൽ നമുക്ക് വറുത്ത് കരുകരുപ്പോടുകൂടി വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂർ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് വറുത്ത് കോരാം. അതും നല്ലെണ്ണയിൽ തന്നെ വറുത്ത് കോരണം കേട്ടോ, എന്നാലേ പിക്കിളിന് ടേസ്റ്റ് വരുള്ളൂ. നല്ലെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഓരോ കഷ്ണവും പെറുക്കിയിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് വരണം കേട്ടോ, എന്നിട്ട് അത് വറുത്ത് കോരാൻ പാടുള്ളൂ. ഇതേ കളറിൽ മൊരിയിച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇനി എല്ലാം വറുത്ത് കോരി എടുക്കണം. നല്ലതുപോലെ മൊരിയണം കേട്ടോ. എല്ലാം വറുത്ത് കോരി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര എണ്ണ വേണ്ട കേട്ടോ, പകുതി എണ്ണ നമുക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു വാളം വെളുത്തുള്ളി, ഇഞ്ചി, അത് നമ്മൾ ചതച്ചെടുത്തത്, അത് ഫുള്ളും ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലതുപോലെ മൊരിഞ്ഞ് വേണം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇടണം കേട്ടോ. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടില്ല, കടുക് ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കുക. അതും നല്ലതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. നല്ലതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തീ കുറക്കണം കേട്ടോ. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. ഇത് കാശ്മീരി ചില്ലിയാണ്, ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, തീ നല്ലതുപോലെ കുറക്കണം കേട്ടോ. മുരിഞ്ഞു പോകരുത്, മസാലയെല്ലാം മുരിഞ്ഞു പോകാണ്ട്. മസാല നല്ലതുപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ 1/2 കപ്പ് വിനീഗർ, 1/2 കപ്പ് അതും കൂടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒത്തിരി വേണ്ട കേട്ടോ, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ വിനീഗറും ഉപ്പുമെല്ലാം ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇടുക. എല്ലാവരും നോക്കിക്കേ, എങ്ങനെയുണ്ട് നമ്മുടെ പിക്കിൾ റെഡി. അതും ചൂര വെച്ചുള്ള പിക്കിൾ. ഇതെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഉടനെ ഒന്നും ആരും എടുക്കണ്ട. ഒരു 2-3 ദിവസം ഇരുന്നിട്ട് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം.